ഹായ് ഓൾ. ഒരുപാടായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇപ്രാവശ്യം ക്രിസ്മസ് ക്രാഫ്റ്റ് മൊത്തം ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സമയക്കുറവ് മൂലം. അപ്പോൾ അതിൻ്റെയാണ് ടേബിളും ഇവിടെയൊക്കെ മെസ്സായി കിടക്കുന്നത്. ക്രാഫ്റ്റ് റൂം മൊത്തം മെസ്സായി കിടക്കുകയാണ്. അതെല്ലാം ഓർഗനൈസ് ചെയ്ത് നീറ്റാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു കോർണർ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോൾ ഞാൻ എൻ്റെ പ്ലാനറും ജേണലും കാര്യങ്ങളെല്ലാം നോക്കി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, വിഷ് ലിസ്റ്റിന് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ പ്രോഗ്രസ് ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ജേണലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മുമ്പത്തെ വർഷത്തേക്കാൾ കുറവാണ് എൻ്റെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുള്ളത്. അതിലൊരു ജേണി ഉണ്ട്, അത് ഞാൻ പറ്റുവാണെങ്കിൽ ഈ മാസം തന്നെ നടത്തും. എന്നാൽ കൂടി പ്രീവിയസ് ഇയേഴ്സിന് നോക്കുമ്പോൾ കുറവാണ് എൻ്റെ ഈ വർഷത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അതോർത്ത് എനിക്കധികം വിഷമമൊന്നുമില്ല, പക്ഷെ അതിൽ സന്തോഷം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലത്തെയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. 2024 ഞാൻ കൂടുതൽ ബുക്കുകൾ വായിക്കണം, കുറേ ചിത്രങ്ങൾ വരയ്ക്കണം, ആർട്ടും ക്രാഫ്റ്റും ചെയ്യണം. അത് രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ തന്നെ. ഞാൻ എപ്പോഴും ലൈബ്രറിയിൽ നിന്നാണ് ബുക്ക് എടുത്ത് വായിക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം 2024 ഞാൻ വാങ്ങി വായിക്കണം, സ്വന്തമായിട്ട് വാങ്ങി വായിക്കണം. കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും എനിക്കൊരു ചെറിയ ലൈബ്രറി സ്വന്തമായിട്ട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഓണം വരയ്ക്കും ഞാൻ ലൈബ്രറി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ വാങ്ങിയിട്ട് മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓരോ മന്തും ഓരോ ബുക്ക് വാങ്ങണം. അങ്ങനെ 12 ബുക്ക് ഒരു വർഷം ഉണ്ടാവുമല്ലോ എനിക്ക്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത് പ്ലാനറിൽ എഴുതി വെച്ചിട്ട് ഞാൻ പിന്നെ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാനത് മറന്നുപോയി. ഇപ്പോഴാണ് ഞാനത് നോക്കുമ്പോൾ ഇത്രയും ബുക്ക് വാങ്ങണമല്ലോ. എന്നിട്ട് ഞാൻ വാങ്ങിയ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ ടോട്ടൽ 11 ബുക്കാണ് കേട്ടോ ഞാൻ ഈ വർഷം വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനത് പ്ലാൻ ചെയ്ത് വാങ്ങിയതല്ല, അങ്ങനെ ചെറുതായിട്ട് വാങ്ങിയ എൻ്റെ ബുക്കുകളുടെ കനം കണ്ടാൽ അറിയാം. റേറ്റ് കുറവ് നോക്കിയിട്ടൊക്കെ ചെറിയ ബുക്കാണെങ്കിലും ഞാനിങ്ങനെ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ ഞാൻ എഴുതിയൊരു കാര്യം മറന്നിരുന്നു. ഇതിപ്പോൾ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ ബുക്കുകൾ വാങ്ങുമായിരിക്കും. പക്ഷെ അത് എഴുതി വെച്ചിട്ടൊരു കാര്യം നടക്കുമ്പോൾ അതിനൊരു ഗ്രീൻ ബാൻഡ് ഇടുമ്പോൾ അല്ലെങ്കിൽ ടിക്ക് ഇടുമ്പോൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അടുത്ത വർഷം മുതലെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ വായിക്കാൻ ഈ വർഷം സീരിയസ് ആയി തുടങ്ങിയപ്പോൾ അതിനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീഡിംഗ് ട്രാക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആലിലകൾ. സാധാരണ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ പണ്ടൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വായിച്ച ബുക്കുകളൊക്കെ ഓർമ്മ കിട്ടും. അതിനൊരു ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ജേണൽ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ കൂടി ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷം മുതലെങ്കിലും എനിക്കത് നിർത്തണം എന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജേണൽ വാങ്ങില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത്. ഇപ്രാവശ്യം എനിക്ക് വാങ്ങേണ്ടി വന്നു. പുതിയ ചാനലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ വർഷം എങ്ങനെയായിരുന്നു, എന്തൊക്കെ അച്ചീവ് ചെയ്തു, ഇനിയിപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട, നമുക്കതൊക്കെ ശരിയാക്കാം. ഒന്ന് കമൻറ്റ് ഇടണേ.